ഒരൊറ്റ മാവിൽ 35 ഇനത്തിൽപ്പെട്ട മാങ്ങകൾ. പുതുപ്പാടി സ്വദേശിയായ മത്തായി കുഞ്ഞിന്റെ വീട്ടുവളപ്പിലാണ് ഈ വിസ്മയ കാഴ്ച. മാവിന്റെ ഓരോ ശിഖരത്തിലും വ്യത്യസ്ത ഇനം മാങ്ങകൾ കുലകുത്തി കിടക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെ. മൾട്ടി ഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെ ഒരൊറ്റ മാവിൽ 35 ഇനങ്ങൾ വളർത്തിയെടുത്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് കോതമംഗലം പുതുപ്പാടി സ്വദേശി തേലക്കാട്ട് മത്തായി കുഞ്ഞ്. ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം പെൻഷനായ ആളാണ്. കൃഷി എനിക്ക് ധാരാളമായിട്ടുണ്ട്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അതിൻ്റെ കൂടെ കോവിഡ് കാലത്ത് യൂട്യൂബിൽ കണ്ടാണ് ഒരു മാവിൽ മൾട്ടി ചെയ്യുന്നത് കണ്ടു. അത് എൻ്റെ മാവിൽ ചെയ്തുകൂടെ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ മാവിൽ പരീക്ഷണാടിസ്ഥാനം ഇവിടെ ചെയ്തു. ആദ്യം ചെയ്ത് ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ മുറ്റത്ത് നിന്ന് മാവിൽ 7 വെറൈറ്റി ചെയ്തുകൊണ്ടാണ് അത് വളരെ സക്സസ് ആയി. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു. എൻ്റെ വീട്ടിൽ 2-3 മാവ് നിൽപ്പുണ്ട്. ആ മാവിൽ ഞാനൊരു പല വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തു. അത് സക്സസ് ആയി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ മാവിൽ എന്തുകൊണ്ട് ബാക്കി എല്ലാ കമ്പുകളിലേക്കും ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആശയം തോന്നി. അങ്ങനെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന 2 മാവുകളിലായിട്ട് നാടനും വിദേശിയുമായ പല വെറൈറ്റികൾ, പല സ്ഥലത്തും പോകുമ്പോൾ ആളുകൾ നല്ലതെന്ന് പറയുന്ന മാവിൻ്റെ കമ്പുകൾ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ മാവിൽ ഇപ്പോൾ 2 മാവിലും ഏകദേശം 35 ഇനങ്ങൾ വീതം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ വർഷം, കഴിഞ്ഞ വർഷം മുതൽ അത് കാഴ്ച തുടങ്ങി. കോവിഡ് കാലത്താണ് തുടങ്ങിയത്. ഇപ്പോൾ ഈ വർഷം അത് 35 ഇനത്തിൽ 30 ഇനങ്ങൾ തന്നെ പൂത്ത് കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. തായ്ലൻഡിൻ്റെ വെറൈറ്റികളുണ്ട്, നാടനുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, പേരറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതും ഒട്ടേറെ ഇനങ്ങൾ ഇപ്പോൾ നിലവിൽ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് വളർന്നു നിൽക്കുന്ന മാവിൽ നിറയെ വ്യത്യസ്ത രൂപത്തിലുള്ള മാങ്ങകളാണുള്ളത്. മാവിന്റെ ഓരോ ശിഖരത്തിലും വ്യത്യസ്ത ഇനം മാങ്ങകൾ കുലകുത്തി കിടക്കുന്നത് മനോഹര കാഴ്ചയാണ്. മാവിന്റെ ഒരു കൊമ്പിൽ മൂവാണ്ടനാണെങ്കിൽ മറ്റേ കൊമ്പിൽ കുളമ്പായിരിക്കും. ഇതേ രീതിയിൽ ചെറുതും വലുതുമായ നാടനും വിദേശിയുമെല്ലാം ഒറ്റ മരത്തിലാണ് കാഴ്ചയുടെ വിസ്മയം തീർത്ത് വിളഞ്ഞു കിടക്കുന്നത്. മാവുകൾ കൂടാതെ റംബൂട്ടാൻ, അബിയു, കവുങ്ങ്, തെങ്ങ്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയും മത്തായി കുഞ്ഞിന്റെ കൃഷിയിടത്തിൽ ധാരാളമായി വളരുന്നുണ്ട്. മാവിൽ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് ആവശ്യക്കാർക്ക് തൈകൾ കൊടുക്കുന്നുമുണ്ട്. ചെറിയ സ്ഥലത്ത് കൂടുതൽ ഇനങ്ങൾ വളർത്താൻ കഴിയുന്ന മൾട്ടി ഗ്രാഫ്റ്റിംഗ് സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ചെയ്ത് കൃഷിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം. ഫലവൃക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകി കൃഷി ചെയ്യുന്ന താൻ കാർഷിക കുടുംബത്തിലാണ് ജനിച്ചതെന്നും കോവിഡ് കാലത്ത് യൂട്യൂബിൽ കണ്ടാണ് മൾട്ടി ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയതെന്നും മത്തായി കുഞ്ഞ് മീഡിയ 60യോട് പറഞ്ഞു. നിലവിലെ ഈ മാവില് 3 ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. വ്യത്യസ്തമായ 3 മാവുകൾ നമ്മളിതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 4ാമത്തെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നാംഡോക് മായി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ മുകളം ഊന്നി വരുന്നത്, ഇതിൻ്റെ ഒരു മുകളം ഊന്നി വരുന്ന കമ്പുകളാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത്. അപ്പോൾ ആ കമ്പുകൾ നമ്മൾ എടുക്കും. അതിനെ നമ്മൾ V ഷേപ്പിൽ കട്ട് ചെയ്യും. ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ ലെവലാക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡിന് ഒന്നുകൂടി കറക്റ്റ് ലെവലാക്കി കിട്ടണം. ശരിക്കും പരിചയമുള്ള ആളുകൾക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് കട്ട് ചെയ്യാവുന്നതാണ്. എങ്കിലും സക്സസ് കൂടുതലുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മുകളം വരാൻ പോകുന്ന കമ്പായിരിക്കണം. 2 ഇതിന്റെ സെയിം വണ്ണമായിരിക്കണം. ചെയ്യാൻ പോണ കമ്പിനും സെയിം വണ്ണമായിരിക്കണം. എങ്കിലാണ് സക്സസ് റേറ്റ് കൂടുതലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കമ്പ് നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവനെ നമ്മളിവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് നമ്മൾ ബ്ലേഡിന് അല്ലെങ്കിൽ ഷാർപ്പായ കത്തി ഉപയോഗിച്ച് നമ്മൾ നീളത്തിൽ ഒന്ന് കീറിയെടുക്കും. ആ കീറിയ ഇതിലേക്ക് നമ്മൾ ഈ കമ്പിന് നമ്മൾ പറയുന്നത് സയോൺ എന്നാണ്. ഇതിന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഈ സയോൺ ഈ റൂട്ട് സ്റ്റോക്കിൻ്റെയും ഈ പുറം തൊലികൾ തമ്മിൽ ചേരത്തക്ക വിധത്തിൽ കണ്ട് ഇവിടെ ഒരേ ലെവലിൽ വരുന്ന രീതി ചെയ്യണം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.